സമീപകാലത്ത് മലപ്പുറത്തുണ്ടായതിൽ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഒമാനിൽ നിന്ന് കാർഗോ വഴി ഇന്ത്യയിലേക്ക് രാസലഹരി എത്തുന്നു. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. 20 ദിവസം മുൻപാണ് കരിപ്പൂർ മുക്കൂട് സ്വദേശി ആഷിഖ് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. അവിടെ സൂപ്പർ മാർക്കറ്റ് ലീസിനെടുത്ത് നടത്തുന്നുവെന്നാണ് ആഷിഖ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 6-ന് കൊച്ചിയിൽ MDMA ഉപയോഗിച്ചതിന് ഒരു സ്ത്രീയടക്കം 8-അംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇവർക്ക് MDMA കിട്ടുന്ന ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ആഷിഖിൽ എത്തിയത്. 2 ദിവസം മുൻപ് മട്ടാഞ്ചേരി പോലീസ് കരിപ്പൂർ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. ആഷിഖിന്റെ വീട്ടിലേക്കാണ് ഇന്ന് പുലർച്ചെ കാർഗോയിൽ MDMA എത്തിയത്. ചെന്നൈ വിമാനത്താവളം വഴി രാസലഹരി ഒമാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയെന്നാണ് നിഗമനം. സ്വകാര്യ ഏജൻസി ആഷിഖിന്റെ വീട്ടിലേക്ക് MDMA എത്തിച്ചുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. വീട്ടിൽ ഡെലിവറിയാണ് ചെയ്തത്. ക്ലൈമന്റ് ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കണം അവർ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷന്റെ പുറത്താണ് പോലീസ് അപ്ഡേറ്റ്. ഈ കേസിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ആളെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സപ്ലയർ ഇയാളാണോ എന്നുള്ളതല്ല വെളിവാകത്തുള്ളൂ. അത് തീർച്ചയായിട്ടും അതുണ്ടാവും. ആഷിഖ് നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഒമാനിൽ നിന്ന് എങ്ങനെ വിമാനത്താവളം വഴി MDMA കടത്താൻ സാധിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. 40 പൊതികളിലാക്കിയായിരുന്നു 1665 ഗ്രാം MDMA കടത്തിയത്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ രാസലഹരി ഒഴുകുമ്പോൾ വമ്പൻ മാഫിയ തന്നെ പുറകിലുണ്ടെന്ന് ഉറപ്പിക്കാം. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.